നാട്ടിൽ നിന്ന് വന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ ഓരോന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ പിക്കിൾ അവിടുന്ന് പാക്ക് ചെയ്യുമ്പോൾ അത്ര കഷ്ടപ്പാടില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ നുണ സഹിക്കാൻ വയ്യാതെ അത് പൊട്ടിക്കാനുള്ള ക്ഷമ ഇല്ല. അതാണ് അവസ്ഥ. മാങ്ങാച്ചാർ നല്ല രസമുണ്ട്. നത്തോലി അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ലൈക്ക് മൊരിയിച്ച് വറുത്തിട്ടുള്ള നത്തോലില്ലേ, അതും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് വേറൊരു ടേസ്റ്റ്. ലവ് ലോലിക്ക ലൂബിക്കൊക്കെ ഒന്നല്ല, ഞങ്ങൾ ലവ് ലോലിക്ക് എന്തായാലും ലവ് ലോലിക്ക എന്നാ ഞാൻ ഇങ്ങനെ പറയാം. ഇപ്പൊ രണ്ടും വേറെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ സാധനം നല്ല രസമുണ്ട്. എന്റെ വീഡിയോഗ്രാഫർ കുട്ടീന്റെ പിന്നാലെ പോയിട്ട് വീഡിയോ എടുക്കുന്ന ആളുടെ പ്രൊഡക്റ്റിനെ കൈപ്പിടിച്ചേക്കാം. വീഡിയോ എടുക്കേണ്ട ആളുടെ മാത്രം പ്രൊഡക്റ്റാ. ഞാൻ പ്രൊഡക്ഷൻ മാനേജർ, നീ പ്രൊഡക്ഷൻ. പോ രണ്ടും പോ, അച്ഛനും മോളും പോ. ചൂരച്ചാർ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? കുടുതയോ? ഞങ്ങളുടെ നാട്ടിൽ എന്റെ വീട്ടിൽ മീൻ വാങ്ങലില്ല, അവിടെ എനിക്ക് അറിയില്ല. ബീഫ് ഞാനേ ഇവിടെ കഴിക്കുള്ളൂ. നല്ല ബീഫ്. ശരിക്കും ഇവിടെ ഇങ്ങനത്തെ ഒരു ബീഫ് കിട്ടില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത് അയച്ചിരിക്കുന്നത് നമ്മുടെ സാഗർ ബ്രോയാണ്, ഫ്രം രുചിപ്പുര പിക്കിൾസ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പേജ് കയറി നോക്കൂ, ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട്, ചെക്ക് ചെയ്തോളൂ. എനിക്ക് എന്തായാലും ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പം. കാരണം കിളിയുടെ മൂഡ് അനുസരിച്ചിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് ചപ്പാത്തി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. രുചിപ്പുര പിക്കിൾസ് സൂപ്പർ, നന്നായിട്ടുണ്ട്.